ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംകുളമാണ്. ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുക കേട്ടോ. രാവിലെ എൻ്റെ വികാരിയച്ഛൻ വീട്ടിൽ വരും. വികാരിയച്ഛനും ഞങ്ങളുടെ സാറും ഒക്കെ ഇന്ന് വീട്ടിൽ വരും. ഇന്ന് വീട് വെഞ്ചരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ വീട് വെഞ്ചരിക്കുകയാണ്. വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വീട് വെഞ്ചരിച്ചില്ലായിരുന്നു. അപ്പോൾ ഞാൻ വീടെല്ലാം വൃത്തിയാക്കി ക്ലീൻ ചെയ്തെല്ലാം കഴിഞ്ഞ് രൂപമൊക്കെ പുതിയത് വാങ്ങി വെച്ചു. ഈശോയുടെ രൂപവും മാതാവിൻ്റെ രൂപവും ഔസപിതാവിൻ്റെ രൂപമൊക്കെ മേടിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥന മുറിയൊക്കെ വളരെ മനോഹരമാക്കി. അപ്പോൾ ഇന്ന് വീട്ടിലെ അച്ഛൻ ഇന്ന് വീട്ടിൽ വരും. വീട്ടിൽ വെഞ്ചരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ അച്ഛനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. വിശുദ്ധരോടും കൂടെ എന്നതുപോലെ അങ്ങയുടെ വഴികളിൽ നിന്നും വ്യാപരിക്കുവാനും അങ്ങയുടെ കൽപ്പനകളും പഠനങ്ങളും വിശ്വസ്തയോടെ കാക്കുവാനും ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഈ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിന്റെ വിശിഷ്ടദാനങ്ങളാൽ ഇവരെ നിറയ്ക്കുകയും വിശുദ്ധിയുടെ രക്തസാക്ഷ്യത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഇവരെ ശക്തരാക്കുകയും ചെയ്യണമേ. ഈ കുടുംബം യഥാർത്ഥ മെസ്സിയാനിക സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും സംതൃപ്തിയുടെയും ഭവനമായിരിക്കട്ടെ. നിനക്ക് അനിഷ്ടമായതൊന്നും ഈ കുടുംബത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. രോഗികൾക്കും ദരിദ്രർക്കും പീഡിതർക്കും ഈ കുടുംബം ഒരു ആശ്വാസ കേന്ദ്രമായിരിക്കട്ടെ. ഇവിടെ ആശ്രയം തേടുന്നവർ ഒരിക്കലും നിരാശയോടെ മടങ്ങാനിടയാകരുതേ. വിശുദ്ധ ശ്ലീഹായെ അനുകരിച്ചെല്ലാവർക്കും എല്ലാം ആകുവാനും അങ്ങനെ യഥാർത്ഥ മെസ്സിയാനിക സാഹോദര്യത്തിന്റെ സാക്ഷികളായി പ്രശോഭിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെല്ലാവരും ഈ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണ്ണിലെ കൃഷ്ണമണി പോലെ ഇവരെ കാത്തു സൂക്ഷിക്കണമേ. പ്രാർത്ഥിക്കുവാനായി ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ അങ്ങ് ഞങ്ങളുടെ മധ്യേ ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ ഹൃദയത്തിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ ഔസേപിതാവിന്റെയും വിശുദ്ധമായ പ്രതിരൂപങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് സാക്ഷ്യമായിരിക്കട്ടെ. രഹസ്യവും പരസ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ദൈവമായ കർത്താവ് ഞങ്ങളെ സംരക്ഷിക്കട്ടെ. മൺമറഞ്ഞു പോയ ഞങ്ങളുടെ പൂർവികരുടെ ആത്മാക്കൾക്ക് നിത്യാശ്വാസം നൽകണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മത്തിരു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. കർത്താവേ, അങ്ങേക്ക് നന്ദി പറയുന്നത് ഉത്തമമാകുന്നു. അത്യുന്നതയുടെ നാമം പ്രകീർത്തിക്കുന്നതും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു കാലം മുഴുവനും സജീവ സ്മരണ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ സക്കേബൂസിനോട് പറഞ്ഞതുപോലെ ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഓരോ കുടുംബവും രക്ഷയുടെ കൃപ സ്വന്തമാക്കാൻ ഇന്ന് ഈ കുടുംബത്തെ നമ്മൾ ഉദാശ ചെയ്ത് വേർതിരിക്കുകയാണ്. നമുക്ക് നന്ദി പറയാം. നമ്മുടെ മൺമറഞ്ഞു പോയ പൂർവികരെ ഓർക്കാം. അങ്ങനെ ഈ കുടുംബം ഒരു മെസ്സിയാനിക സാഹോദര്യത്തിന്റെ ഒരു നല്ല ഭവനമായി ദൈവം ഉയർത്തട്ടെ. എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ഈ കുടുംബത്തിന് മേലും ഞങ്ങൾ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങനെ നമ്മുടെ അച്ഛൻ വികാരി അച്ഛനും നമ്മളുടെ ബെനിച്ച സാറും ഒക്കെ വന്നിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് വീടൊക്കെ വെഞ്ചരിച്ച്
വലിയ സന്തോഷം. കാരണം ഞങ്ങള് രൂപം പുതിയ ഈശോയുടെ രൂപമൊക്കെ വെച്ച് ഞങ്ങളുടെ പ്രാർത്ഥന മുറിയൊക്കെ വളരെ മനോഹരമാക്കി എന്നിട്ട് അച്ഛനെ വിളിച്ച് വീട് വെഞ്ചരിച്ചാണ്. അപ്പം എല്ലാവരും വന്ന് ഇവിടെ വന്ന് സ്നേഹത്തിൽ പങ്കെടുത്തതിനും അച്ഛനും ഒക്കെ പ്രത്യേകം താങ്ക്സ്. വെല്ലിച്ച സാറിനൊക്കെ പ്രത്യേകം. പിന്നെ നമ്മുടെ മെമ്പറാണിത്, എന്റെ കൂട്ടുകാരനാണ്, ഉറ്റ ചങ്ങാതിയാണ്. അപ്പൊ അദ്ദേഹത്തിനും ഒക്കെ പ്രത്യേകം താങ്ക്സ്. പിന്നെ നമ്മുടെ കുഞ്ചപ്പാപ്പിയൊക്കെ വന്നിട്ടുണ്ട്, രമേശനുണ്ട്. രമേശൻ എന്റെ എല്ലാ വീഡിയോയിലും ഒക്കെ വരുന്നുണ്ടല്ലോ. പിന്നെ അച്ചാച്ചി കഴിക്കുന്നു, പിന്നെ നമ്മുടെ അളിയച്ചാരുണ്ട്, ജോസിളിയ, പിന്നെ ഷൈനിമോളുണ്ട്, പിന്നെ റോസമ്മ ആന്റിയും അമ്മച്ചിയും എല്ലാരും ഉണ്ട്. അപ്പൊ ഒത്തിരി സന്തോഷം. ഞങ്ങളെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു വീടൊന്ന് വെഞ്ചരിക്കാൻ വേണ്ടി. വെള്ളപ്പൊക്കം കാരണം നീണ്ടുപോയതാ. അപ്പൊ ഇത് വെഞ്ചരിച്ച് തന്ന അച്ഛനൊക്കെ പ്രത്യേകം നന്ദി, സ്നേഹം. അപ്പോൾ സുഹൃത്തുക്കളെ, എൻ്റെ വീട്ടിലെ ഈ സന്തോഷകരമായ മുഹൂർത്തം നിങ്ങൾക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പ്രേക്ഷകരായ നിങ്ങളെ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും, അനുദിന ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. എൻ്റെ സന്തോഷങ്ങളും എൻ്റെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു ജീവിത സാഹചര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഒരുപാട് പേര് അത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നാളെ നമ്മൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്